ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അനിൽകുമാർ. പ്രധാന വാർത്തകൾ. പ്രവാസി സമൂഹത്തിനായി ഇന്ത്യ നിരന്തര പരിശ്രമങ്ങളും ഇടപെടലുകളും നടത്തുന്നതായി കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ. ജമ്മുകാശ്മീരിൽ സുരക്ഷാ സേനയുമായുള്ള ഏറ്റുമുട്ടലിൽ 3 ഭീകരർ കൊല്ലപ്പെട്ടു. നിയന്ത്രണ രേഖയിൽ നുഴഞ്ഞുകയറ്റ ശ്രമം പരാജയപ്പെടുത്തി സേന. വഖഫ് ഭേദഗതി നിയമത്തിൽ പ്രതിഷേധിച്ച് പശ്ചിമബംഗാളിലെ മുർഷിദാബാദിലെ അക്രമസംഭവങ്ങളിൽ 3 പേർ മരിച്ചു. കേന്ദ്രസേനയെ വിന്യസിക്കണമെന്ന ആവശ്യവുമായി പ്രതിപക്ഷം ഹൈക്കോടതിയെ സമീപിച്ചു. വയനാട് ചൂരൽമല മുണ്ടക്കൈ മാതൃകാ ടൗൺഷിപ്പ് നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ച് കേരളം. ഭൂമി ഏറ്റെടുക്കലിന് 17 കോടി രൂപ അധിക നഷ്ടപരിഹാരം നൽകി സംസ്ഥാന സർക്കാർ. കേരളത്തിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ തിങ്കളാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യത. 4 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. IPL ക്രിക്കറ്റിൽ ഗുജറാത്ത് ടൈറ്റൻസിനെതിരെ ലക്നൌ സൂപ്പർ ജെയിൻസിന് 181 റൺസ് വിജയലക്ഷ്യം. ISL ഫുട്ബോളിൽ മോഹൻ ബഗാൻ ബംഗളൂരു FC കിരീട പോരാട്ടം. വാർത്തകൾ വിശദമായി. മധ്യപ്രദേശിന്റെ 3 ദിവസത്തെ വിക്രമോത്സവിന് ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖർ ഇന്ന് ന്യൂഡൽഹിയിലെ ചുവപ്പുകോട്ടയിൽ തുടക്കം കുറിക്കും. ഈ മാസം 14 വരെ നീളുന്ന സാംസ്കാരിക പരിപാടിയിൽ നാടകം, പ്രദർശനം തുടങ്ങിയവ സംഘടിപ്പിച്ചിട്ടുണ്ട്. 125 കലാകാരന്മാരാണ് വേദിയിൽ എത്തുന്നത്. ഉദ്ഘാടന ചടങ്ങിൽ മധ്യപ്രദേശ് മുഖ്യമന്ത്രി മോഹൻ യാദവ്, ഡൽഹി മുഖ്യമന്ത്രി രേഖ ഗുപ്ത, കേന്ദ്രമന്ത്രി ഗജേന്ദ്ര സിംഗ് ഷെഖാവത്ത് തുടങ്ങിയവർ പങ്കെടുക്കും. പ്രവാസി സമൂഹത്തിനായി ഇന്ത്യ നിരന്തര പരിശ്രമങ്ങളും ഇടപെടലുകളും നടത്തുന്നതായി കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ. ഓസ്ട്രിയയിലെ വിയന്നയിൽ ഇന്ത്യൻ സമൂഹത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു കേന്ദ്രമന്ത്രി. സ്റ്റാർട്ടപ്പ്, ഫിൻടെക്, ഹരിത സാങ്കേതിക വിദ്യകൾ, സുസ്ഥിര നഗര ഗതാഗതം എന്നീ മേഖലകളിൽ ഇരു രാജ്യങ്ങളിലെയും സംരംഭങ്ങൾക്ക് യോജിച്ച് പ്രവർത്തിക്കാൻ ധാരാളം അവസരങ്ങളുണ്ടെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. India and Austria are trusted partners, cutting across trade, de-risking of supply chains, investments, emerging and critical technologies, research and innovation. I highlighted the tremendous and continued progress being made in India as a result of the government's efforts in accelerating economic growth and equity, as well as reforms to ensure the ease of doing business. വിയന്നയിൽ യൂറോപ്യൻ അഫയേഴ്സ് മന്ത്രിയുമായും ശ്രീമതി സീതാരാമൻ കൂടിക്കാഴ്ച നടത്തി. ഛത്രപതി ശിവാജി മഹാരാജിന്റെ മഹാരാഷ്ട്രയിലെ റായ്ഗഡ് കോട്ട രാജ്യത്തെ യുവാക്കൾക്ക് പ്രചോദനമായി വികസിപ്പിക്കാൻ കേന്ദ്ര സർക്കാരും മഹാരാഷ്ട്ര സർക്കാരും പ്രതിജ്ഞാബദ്ധമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ഛത്രപതി ശിവാജിയുടെ 345ാം ചരമവാർഷികത്തോടനുബന്ധിച്ച് റായ്ഗഡ് കോട്ടയിൽ ശ്രദ്ധാഞ്ജലി അർപ്പിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജമ്മുകാശ്മീരിലെ കിസ്ത്വാർ ജില്ലയിലുണ്ടായ ഏറ്റുമുട്ടലിൽ സൈന്യം 3 ഭീകരരെ വധിച്ചു. നിരവധി ആയുധങ്ങളും കണ്ടെടുത്തു. ഭീകരർ ഒളിച്ചിരിപ്പുണ്ടെന്ന വിവരത്തെ തുടർന്ന് നടത്തിയ തെരച്ചിൽ ഏറ്റുമുട്ടലിൽ കലാശിക്കുകയായിരുന്നു. അഖൂർ സെക്ടറിലെ നിയന്ത്രണ രേഖയിൽ ഭീകരരുടെ നുഴഞ്ഞുകയറ്റ ശ്രമം സൈന്യം പരാജയപ്പെടുത്തി. ജമ്മുവിലെ വിവിധ മേഖലകളിലെ ഭീകരരുടെ നീക്കം നിരീക്ഷിച്ച ശേഷം കൂടുതൽ സൈന്യത്തെ വിന്യസിക്കുകയായിരുന്നു. വഖഫ് ഭേദഗതി നിയമത്തിൽ പ്രതിഷേധിച്ച് പശ്ചിമബംഗാളിലെ മുർഷിദാബാദ് ജില്ലയിലുണ്ടായ അക്രമ സംഭവങ്ങളിൽ 3 പേർ മരിച്ചു. കേന്ദ്രസേനയെ വിന്യസിക്കണമെന്ന ആവശ്യവുമായി പ്രതിപക്ഷം ഹൈക്കോടതിയെ സമീപിച്ചു. സംഭവത്തിൽ 118 പേർ അറസ്റ്റിലായതായി പോലീസ് അറിയിച്ചു. ജനങ്ങൾ ശാന്തരായിരിക്കാൻ അഭ്യർത്ഥിച്ച മുഖ്യമന്ത്രി മമതാ ബാനർജി കലാപങ്ങളിൽ ഏർപ്പെടുന്നവർക്കെതിരെ കർശന നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന് വ്യക്തമാക്കി. സംസ്ഥാനത്ത് വഖഫ് ഭേദഗതി നിയമം നടപ്പിലാക്കില്ലെന്നും മമതാ ബാനർജി പറഞ്ഞു. വയനാട് ചൂരൽമല മുണ്ടക്കൈ ടൗൺഷിപ്പിനായി സർക്കാർ ഏറ്റെടുത്ത ഭൂമിയിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. പുതുക്കിയ ന്യായവില പ്രകാരമുള്ള അധിക നഷ്ടപരിഹാരമായ 17.77 കോടി രൂപ കോടതിയിൽ കെട്ടിവെച്ചാണ് എൽസ്റ്റൺ എസ്റ്റേറ്റിൽ നിർമ്മിക്കുന്ന മാതൃകാ ടൗൺഷിപ്പിനുള്ള ഭൂമി സർക്കാർ ഏറ്റെടുത്തത്. മുൻ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ നേരത്തെ 26 കോടി രൂപ കെട്ടിവെച്ചിരുന്നു. സർക്കാരിന്റെ പൊതുവായ വികസനം കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഉത്തരവാദിത്തമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കോഴിക്കോട് വടകര ജില്ലാ ആശുപത്രി കെട്ടിട നിർമ്മാണം ശിലാസ്ഥാപനം നിർവഹിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. ആരോഗ്യരംഗത്തെ നേട്ടങ്ങളെ പിന്നോട്ട് നയിക്കുന്ന അശാസ്ത്രീയ പ്രവണതകൾ സമൂഹത്തിനെതിരാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ന്യൂനപക്ഷ ക്ഷേമത്തിനായുള്ള കേന്ദ്ര സംസ്ഥാന സംയുക്ത പദ്ധതിയായ പ്രധാനമന്ത്രി ജൻ വികാസ് കാര്യക്രമിൽ ഉൾപ്പെടുത്തിയാണ് ആശുപത്രി കെട്ടിടം 2ാം ഘട്ട നിർമ്മാണം അനുവദിച്ചത്. കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ വിശിഷ്ടാതിഥിയായിരുന്നു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR ന്യൂസ് _TVM X ഹാൻഡിലും ലഭ്യമാണ്.
ഇറ്റലിയുടെ ഉപപ്രധാനമന്ത്രിയും വിദേശകാര്യ മന്ത്രിയുമായ അന്റോണിയോ തജാനി ഇന്ന് രാഷ്ട്രപതി ഭവനിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമുവിനെ സന്ദർശിച്ചു. ഇന്ത്യയും ഇറ്റലിയും തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാരത്തിലും നിക്ഷേപത്തിലും വളർച്ചയ്ക്ക് വലിയ സാധ്യതകളുണ്ടെന്ന് കൂടിക്കാഴ്ചയിൽ രാഷ്ട്രപതി ചൂണ്ടിക്കാട്ടി. ഇന്ത്യയുടെ ദ്രുതഗതിയിലുള്ള സാമ്പത്തിക വളർച്ചയും വികസിത ഭാരതത്തിനായുള്ള രൂപരേഖയും വ്യാവസായിക പങ്കാളിത്തത്തിന് നിരവധി അവസരങ്ങൾ തുറന്നു നൽകുമെന്ന് രാഷ്ട്രപതി പറഞ്ഞു. മാലിന്യ നിർമ്മാർജ്ജനം ദൈനംദിന ജീവിതത്തിന്റെ ഭാഗമാകണമെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ. മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്കായി തിരുവനന്തപുരം കനകക്കുന്നിൽ സംഘടിപ്പിച്ച വൃത്തി 2025 ദേശീയ കോൺക്ലേവിന്റെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. Vritti is not just a one-day affair. Vritti has to be a habit. Vritti has to be a consistent effort, not a one-day effort. Every day we will be doing it. We have to clean our house. We have to clean our all parisara. We want to clean our all atmosphere. We want to clean my village. I want to clean my state. That is how we are progressing. പ്രാദേശിക തലത്തിൽ ചെറിയ മാലിന്യ നിർമ്മാർജ്ജന പ്ലാന്റുകൾ ആരംഭിക്കണമെന്നും ക്രമേണ അത് സംസ്ഥാനമൊട്ടാകെ വ്യാപിപ്പിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. ചടങ്ങിൽ മന്ത്രി MP രാജേഷ് സന്നിഹിതനായി. കോൺക്ലേവുമായി ബന്ധപ്പെട്ട പ്രദർശനം നാളെയും ഉണ്ടാകും. ഈ വർഷത്തെ ഹജ്ജ് തീർത്ഥാടനത്തിനുള്ള ഒരുക്കങ്ങൾ സൗദി അറേബ്യയിലെത്തിയ കേന്ദ്ര ന്യൂനപക്ഷകാര്യ മന്ത്രാലയ സെക്രട്ടറി ചന്ദ്രശേഖർ കുമാർ വിലയിരുത്തി. ഇന്ത്യൻ തീർത്ഥാടകർക്കായി സജ്ജമാക്കിയ വിവിധ സൗകര്യങ്ങൾ അദ്ദേഹം പരിശോധിച്ചു. സുഗമമായ തീർത്ഥാടനത്തിനായുള്ള വിവിധ സജ്ജീകരണങ്ങളിൽ അദ്ദേഹം സംതൃപ്തി അറിയിച്ചു. IPL ക്രിക്കറ്റിൽ ഗുജറാത്ത് ടൈറ്റൻസിനെതിരെ ലക്നൌ സൂപ്പർ ജെയിൻസിന് 6 വിക്കറ്റിന്റെ ജയം. 181 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ജെയിൻസ് 19.3 ഓവറിൽ 4 വിക്കറ്റ് നഷ്ടത്തിൽ വിജയം നേടുകയായിരുന്നു. ഇന്നത്തെ രണ്ടാമത്തെ മത്സരത്തിൽ പഞ്ചാബ് കിങ്സ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ നേരിടും. ഹൈദരാബാദിലെ രാജീവ് ഗാന്ധി ഇന്റർനാഷണൽ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലാണ് മത്സരം. ISL ഫുട്ബോൾ 11ാം സീസണിന്റെ കലാശപ്പോരിൽ ഇന്ന് കരുത്തരായ മോഹൻ ബഗാനും ബംഗളൂരു FCയും ഏറ്റുമുട്ടും. കൊൽക്കത്ത സാൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിലാണ് മത്സരം. കേരളത്തിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ തിങ്കളാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് പത്തനംതിട്ട, ഇടുക്കി, തൃശൂർ, മലപ്പുറം ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. വ്യാപാര രംഗത്ത് ഉയർന്നുവരുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത് ലക്ഷ്യമിട്ട് ആഗോള താരിഫ് വ്യാപാര ഹെൽപ്പ് ഡെസ്ക് പ്രവർത്തനക്ഷമമാക്കി കേന്ദ്ര സർക്കാർ. ഇറക്കുമതി കയറ്റുമതി വെല്ലുവിളികൾ, വിതരണ ശൃംഖലയിലെ പ്രശ്നങ്ങൾ, ബാങ്കിംഗ് തുടങ്ങിയ ഹെൽപ്പ് ഡെസ്ക് കൈകാര്യം ചെയ്യുമെന്ന് വാണിജ്യ വ്യവസായ മന്ത്രാലയം അറിയിച്ചു. ചരിത്രം കുറിച്ച സ്വർണ്ണവില. കേരളത്തിൽ ഒരു പവന്റെ വില 70,000 പിന്നിട്ടു. ഇന്ന് പവന് 70,160 രൂപയും ഗ്രാമിന് 8,770 രൂപയുമാണ് വില. പവന് 200 രൂപയുടെ വർധനമാണുണ്ടായത്. ലോക വിപണിയിലും കഴിഞ്ഞ ദിവസം സ്വർണം നേട്ടത്തോടെയാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. സാങ്കേതിക പ്രശ്നങ്ങൾ കാരണം UPI ഇടപാടുകൾ ഭാഗികമായി തടസ്സം നേരിടുന്നതായി നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ അറിയിച്ചു. സാങ്കേതിക പ്രശ്നങ്ങൾ പരിഹരിച്ച് സുഗമമായ ഡിജിറ്റൽ ഇടപാടുകൾ ഉറപ്പാക്കുന്നതിനുള്ള ശ്രമങ്ങൾ നടന്നുവരുന്നതായും NPCI സാമൂഹ്യ മാധ്യമ പോസ്റ്റിൽ വ്യക്തമാക്കി. നാളെ ഓശാന ഞായർ. യേശുക്രിസ്തുവിന്റെ ജെറുസലേം പ്രവേശനത്തിന്റെ സ്മരണകളിൽ ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനകളും കുരുത്തോല പ്രദക്ഷിണവും നടക്കും. ഇതോടെ വിശുദ്ധ വാരത്തിന് നാളെ തുടക്കമാകും. ചൈനയിലെ ബീജിംഗിൽ കൊടുങ്കാറ്റ് വീശിയതിനെ തുടർന്ന് നിരവധി ട്രെയിൻ വിമാന സർവീസുകൾ റദ്ദാക്കി. രാജ്യതലസ്ഥാനത്തെ പ്രധാനപ്പെട്ട 2 വിമാനത്താവളങ്ങളിൽ നിന്നുള്ള 838 സർവീസുകളാണ് റദ്ദാക്കിയത്. മരങ്ങൾ കടപുഴകി വീണതിനെ തുടർന്ന് പൊതുയിടങ്ങളിലെ കളിസ്ഥലങ്ങൾ അടച്ചിട്ടു. നിരവധി വാഹനങ്ങൾക്കും കേടുപാടുകളുണ്ടായി. എന്നാൽ ആളപായമില്ല. ജനങ്ങൾ കഴിവതും വീടുകളിൽ തന്നെ കഴിയണമെന്ന് അധികൃതർ നിർദ്ദേശം നൽകി. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രവാസി സമൂഹത്തിനായി ഇന്ത്യ നിരന്തര പരിശ്രമങ്ങളും ഇടപെടലുകളും നടത്തുന്നതായി കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ. ജമ്മുകാശ്മീരിൽ സുരക്ഷാ സേനയുമായുള്ള ഏറ്റുമുട്ടലിൽ 3 ഭീകരർ കൊല്ലപ്പെട്ടു. നിയന്ത്രണ രേഖയിൽ നുഴഞ്ഞുകയറ്റ ശ്രമം പരാജയപ്പെടുത്തി സേന. വഖഫ് ഭേദഗതി നിയമത്തിൽ പ്രതിഷേധിച്ച് പശ്ചിമബംഗാളിലെ മുർഷിദാബാദിലെ അക്രമസംഭവങ്ങളിൽ 3 പേർ മരിച്ചു. കേന്ദ്രസേനയെ വിന്യസിക്കാൻ കൽക്കട്ട ഹൈക്കോടതിയുടെ പ്രത്യേക ബെഞ്ച് ഉത്തരവിട്ടു. വയനാട് ചൂരൽമല മുണ്ടക്കൈ മാതൃകാ ടൗൺഷിപ്പ് നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ച് കേരളം. ഭൂമി ഏറ്റെടുക്കലിന് 17 കോടി രൂപ അധിക നഷ്ടപരിഹാരം നൽകി സംസ്ഥാന സർക്കാർ. കേരളത്തിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ തിങ്കളാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യത. 4 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. IPL ക്രിക്കറ്റിൽ ഗുജറാത്ത് ടൈറ്റൻസിനെതിരെ ലക്നൌ സൂപ്പർ ജെയിൻസിന് 6 വിക്കറ്റിന്റെ വിജയം. ISL ഫുട്ബോളിൽ മോഹൻ ബഗാൻ ബംഗളൂരു FC കിരീട പോരാട്ടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.